രാഖി, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇനി നമുക്ക് രണ്ട് അതിഥികളുണ്ട് അല്ലേ? ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ മൂലം കൈനഷ്ടമായ വിനോദിനിയും ഒപ്പം അമ്മയുമാണ് തത്സമയം നമ്മുടെ വിനോദിനിയുടെ അമ്മ പ്രസീതയ്ക്കും വിനോദിനിക്കും സ്വാഗതം പുത്തൻപുലരിയിലേക്ക്. ഇന്നലെ അമ്മ പ്രസീത ഇട്ട ഒരു സ്റ്റാറ്റസ് ഉണ്ട്. അതായത് ആ സ്റ്റാറ്റസ് ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ പ്രേക്ഷകർക്ക് ആയിട്ട് അതൊന്ന് വായിക്കാം. വിനോദിനി മോൾ അനുഭവിച്ച വേദനയൊന്നും കൊതുക് കടിച്ചാൽ ഉണ്ടാകില്ല മന്ത്രി എന്നുള്ളതായിരുന്നു പ്രസീതയുടെ ആ സ്റ്റാറ്റസ്. എന്തായിരുന്നു പ്രസീത ആദ്യം ഈ സംസ്ഥാനത്ത് നടന്ന സംഘർഷങ്ങൾ, മന്ത്രിയുടെ ആക്രോശം, ഇതെല്ലാം പ്രസീത ചാനലിൽ കണ്ടു കാണും. എന്തായിരുന്നു ആദ്യം തോന്നിയത് മനസ്സിൽ? ആദ്യം തോന്നിയത് പറഞ്ഞാൽ ഇപ്പോൾ മാഡത്തിന് ഒരു സംഭവം നടന്നപ്പോൾ ഇത്ര ഒരു ചെറിയൊരു ഇതാണ് സംഭവിച്ചത്. പക്ഷേ എന്താണ് പറഞ്ഞാൽ വലിയൊരു പ്രതിഷേധമായി അതൊരു. പക്ഷെ അതുപോലെയല്ല, എൻ്റെ മോളുടെ കയ്യാ പോയിരിക്കുന്നത്. അതുപോലെ അതിന് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഇതുണ്ടല്ലോ. കാരണം മാഡത്തിന് ഒന്നുമേ സംഭവിച്ചിട്ടില്ല. എന്താണെന്ന് നമുക്ക് ന്യൂസിൽ നിന്ന് നമുക്ക് കാണുന്നുണ്ട്. നമ്മൾ ഒന്നുമേ സംഭവിച്ചിട്ടില്ല. ഒരു പോലീസുകാരെല്ലാവരും കൂടി വന്ന് ചേർന്നിട്ട് തടയുന്നുണ്ട്. പക്ഷെ മാഡത്തിന് ഒന്നുമേ സംഭവിച്ചില്ല. അപ്പോഴേക്ക് വെന്റിലേറ്ററിൽ പോയി കയറ്റിണ്ടായിരുന്നു. എത്ര സിസ്റ്റർമാർ, എത്ര ഡോക്ടർമാർ, മുഖ്യമന്ത്രി അടക്കം കാണാൻ വന്നു മാഡത്തിനെ. അതുമാതിരിയല്ല എൻ്റെ മോളുടെ കയ്യാ പോയിരിക്കുന്നത്. കാരണം എത്ര സിസ്റ്റങ്ങളിലാണ് എല്ലാവരും പറയുന്നത്. ഭരിക്കുന്ന സർക്കാരാണ് തെറ്റ്, അല്ലാണ്ട് സിസ്റ്റങ്ങളല്ല തെറ്റ്. എത്ര മരണങ്ങൾ, എത്ര പേർക്ക് ജീവിതങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ഈ ലോകത്ത്, ഈ ചെറിയൊരു ലോകത്ത് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താ പ്രശ്നം? ആർക്കാ പ്രശ്നം? എന്താണെന്നൊന്നും അറിയില്ല. എന്താണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? എൻ്റെ മോളുടെ കൈ പോയി, കത്രിക ഇപ്പം രണ്ടുപേരുടെ വയറ്റിൽ നിന്ന് എടുത്തു. എന്താ ഇതിങ്ങനെ കാണിക്കുന്നത്? ഒരു കുട്ടി മരണപ്പെട്ടു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഈ ലോകത്ത്? ഇത്ര വലിയ ചെറിയൊരു ലോകത്ത് ഇത്ര വലിയൊരു സംഭവങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത്, എല്ലാവരുടെയും ജീവിതവും നഷ്ടപ്പെടുന്നത്. തന്നെയാണ് അത്തരം ചോദ്യം തന്നെയാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് എന്താണ് ഇങ്ങനെ പിഴവ്? ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, എന്നിട്ടും ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിലാണ് ആരോഗ്യമന്ത്രി പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത്, സർക്കാർ സംവിധാനങ്ങൾ പറയുന്നത്. നമ്മളെ വിനോദിനി, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയങ്ങളടക്കം. മോളുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? കൈക്ക് എങ്ങനെ, നല്ല വേദനയുണ്ടോ ഇപ്പോൾ? മോളെ വിനോദിനി, കേൾക്കാമോ? ഒരു സാങ്കേതിക തടസ്സം അതെ രാഖി, വിനോദിനിയുടെ അമ്മ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്താണ് നമ്മുടെ ഈ സംസ്ഥാനത്ത്, ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം ചികിത്സ തേടി പോകുന്നവർ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്ന ഒരവസ്ഥ, പലപ്പോഴും ജീവൻ പോലും നഷ്ടമാകുന്ന ഒരു അവസ്ഥ. അമ്മ പറഞ്ഞത്, അമ്മ വേദനയോട്, കാരണം സ്വന്തം മകളുടെ ഒരു അവസ്ഥയാണ്. KP ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുട്ടികളാണെങ്കിൽ അവർക്കൊരു ചെറിയൊരു പോറലുണ്ടായാലും നമുക്കത് നമുക്ക് കുഞ്ഞോട് ചോദിക്കാം. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. വിനോദിനി, കേൾക്കാമോ മോളെ? എങ്ങനെ ഇപ്പോ കൈക്ക് നല്ല വേദനയുണ്ടോ മോക്ക്? കുറവുണ്ടല്ലേ? എന്താ ഫ്രണ്ട്സും സ്കൂളിലെ ടീച്ചർമാരും മാഷന്മാരൊക്കെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത് മോളോട്? ആ, അപ്പൊ അവരെയൊക്കെ കാണാത്തതിന്റെ ഒരു വിഷമമുണ്ട് ഇപ്പോഴല്ലേ? ആ, ഉടനെ തന്നെ സ്കൂളിലൊക്കെ പോയി തുടങ്ങണം കേട്ടോ. അടുത്ത മാസം പോകും അല്ലേ? ആരൊക്കെയാ മോളെ വിളിച്ചത്? എന്തൊക്കെയാണ് പറഞ്ഞത് അവരൊക്കെയും? ആ, എന്ത് പറഞ്ഞു ടീച്ചർ? ആ, ഇങ്ങനെയൊക്കെ കാത്തിരിക്കുകയായിരിക്കും വിനോദിനെ. ഫ്രണ്ട്സും എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും അല്ലേ? മോള് 4ാം ക്ലാസ്സിലല്ലേ? ഇപ്പോൾ വിഷമമുണ്ടോ ഈ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ? നല്ല വിഷമമുണ്ടായിരിക്കും അല്ലേ? സാരമില്ല മോളെ, പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് പോകാം, എല്ലാം പെട്ടെന്ന് ഭേദമാകട്ടെ കേട്ടോ. എന്തായാലും ഇനിയിപ്പോ വെക്കേഷനൊക്കെ ആവുമല്ലേ, വെക്കേഷനൊക്കെ കഴിഞ്ഞ് നല്ല ആരോഗ്യത്തോടു കൂടി പരീക്ഷയാവുകയാണ്, നന്നായിട്ട് പഠിക്കുക. വീട്ടിലിരിക്കുന്ന ഈ ഒരു സമയത്ത് അതിനു വേണ്ടി സമയം ചെലവഴിക്കുക, പഠിക്കാനൊക്കെ കേട്ടോ. ആ,
ഇനി മോളുടെ അമ്മയോടാണ് ചോദിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞു ഒരുപാട് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. നേരത്തെ രാഖി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരെങ്കിലും സ്കൂളിൽ നിന്ന് മുന്നേ തള്ളിയാൽ തന്നെ നമുക്ക് വല്ലാത്ത വേദനയാണ്. അവിടെയാണ് ഈ വീണ് പരിക്കേറ്റ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, പിന്നീട് കൈ തന്നെ മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഇപ്പോൾ അന്നത്തെ ആ ഒരു സംഭവങ്ങൾ എങ്ങനെ ഓർത്തെടുക്കുന്നു? ഈ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നു, ആ ഒരു ആശുപത്രി അധികൃതരുടെ ഒരു പെരുമാറ്റം, അനാസ്ഥ, ഒന്നുകൂടി വിവരിക്കാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? ഞങ്ങൾ ഫസ്റ്റ് കുട്ടി വീണിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി അവര് കൈ പൊട്ടിയിട്ട് എല്ല് കുത്തി നേരെ വന്ന് നിന്നിട്ട് അതിൽ കൂടെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. ഈ ബ്ലഡ് വരുന്നതില് ഈ ഡോക്ടർമാരെന്ത് ചെയ്ത് അതിനങ്ങനെ കെട്ടി പ്ലാസ്റ്റർ കെട്ടിട്ട് ഇത് കൈയിന്റെ അറ്റം തൊട്ട് ഇവിടം വരെ ഇട്ടിരിക്കുകയാണ്, മേലെ വരെ ഇട്ടിരിക്കുകയാണ്. ഇത് ഇട്ടിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ കാണിച്ചപ്പോ അവര് പറഞ്ഞു വേദനയുണ്ട് സാറേ, ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു അത് കുഴപ്പമില്ല, എല്ല് പൊട്ടിയല്ലേ വേദന ഉണ്ടാവും പറഞ്ഞു. ഞങ്ങൾ ആ പിറ്റേ ദിവസം അയച്ചു വിട്ടു. പിന്നെ പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് 5 ദിവസത്തേക്ക് മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. 5 ദിവസം മരുന്ന് തന്നിട്ട് 5 ദിവസം ആകാത്ത മുന്നേ കുട്ടിന്റെ കൈ കൂടെ നീരങ്ങനെ വെള്ളം ഒഴുകി വരികയായിരുന്നു. ഒഴുകി വന്ന് കുട്ടിക്ക് എണിക്കാനും പോലും പറ്റാണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് കുട്ടിനെ എടുത്തിട്ട് പോയത്. കുട്ടിനെ എടുത്ത് അവിടെ പോകുമ്പോ അവിടെ ഇതിന് ഈ പാസ്റ്ററിനെ മുറിച്ച് നോക്കുമ്പോഴാണ് നമ്മ കണ്ടിരിക്കുന്നത് അത്രയും ഇൻഫെക്ഷൻ ആയി കുട്ടിന്റെ കൈ കൂടെ അങ്ങനെ സ്മെല്ലടിച്ചിട്ട് സത്യം പറഞ്ഞാൽ അവൾക്ക് എണിക്കാനേ വയ്യ. ഞങ്ങൾ ഇവിടെ നിന്ന് പോണ വരെ അവള് ഈ കടന്നിട്ട് തന്നെ പോയത്. ഇവിടെ നിന്ന് ഈ പാലക്കാട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഈ കൈ മുറിക്കുന്ന വരെ ഈ കുട്ടി കിടന്നിട്ട് തന്നെ പോയത്. രാവിലെ 9-9:30 ആകുമ്പോ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയതാണ്. പിറ്റേ ദിവസം 2 മണി 3 മണിക്കാണ് കുട്ടി എണീറ്റത്. ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം കഴിച്ചിട്ടില്ല. ബാത്റൂമിൽ പോകാൻ പറഞ്ഞപ്പോ എനിക്ക് എണിച്ചു പോകണം പറഞ്ഞു. എണിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്രയും അവസ്ഥയായിരുന്നു എന്റെ മോള് പൊട്ടത്. അപ്പോഴും ഈ ആശുപത്രിയിലെ ഡോക്ടർമാരായാലും നഴ്സുമാരായാലും ബന്ധപ്പെട്ടവരായാലും എന്താണ് അവർ പറയുന്നത്? അവരെന്താ പറയുന്നത്, അനാസ്ഥയാണ്. എത്രയും അനാസ്ഥയല്ലേ ഇത്? എന്താണ് എന്റെ മോളുടെ കൈക്ക് ഒരു പ്രശ്നമില്ല. ഈ അനാസ്ഥ ഉണ്ടാക്കിയിട്ട് അവരുടെ ഭാഗത്തു നിന്നും അങ്ങനെ പിഴവുണ്ടായിട്ടും അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്തതല്ലേ? അതെ അവര് പറയുന്നത് അവിടത്തെ പാലക്കാട്ടിലെ സൂപ്രണ്ട് പറഞ്ഞത് ഞങ്ങളോട് ഇതൊക്കെ കാര്യമായി ഉണ്ടാകുന്ന സംഭവങ്ങളാണെന്ന് ഞങ്ങളോട് പറഞ്ഞത്. ഇത് ഞങ്ങൾ പാവങ്ങളായപ്പോ ഞങ്ങൾ എങ്ങനെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാലോ, ആരും ചോദിക്കാൻ വരില്ലല്ലോ. കാരണം എന്റെ മോളില് കയ്യാ പോയി അവിടെ ഒരു സൂചി കൊണ്ടാൽ തന്നെ എത്ര വിഷമിക്കുന്ന ആളാന്നറിയോ. അത്രയും എന്താ പറഞ്ഞ ഭയങ്കരമായി കരയുന്ന കുട്ടിയാണ്. പക്ഷെ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അവള് എങ്ങനെ പ്രതികരിച്ചെന്നേ അറിയില്ല. എന്നിട്ട് കൈ മുറിച്ച ശേഷം എന്നോട് അമ്മ എന്റെ കൈയോട് ചോദിച്ചു. ഞാൻ എന്നിട്ട് മടക്കി വെച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അത്രയും ഹോസ്പിറ്റലിനുള്ളിൽ എന്തൊക്കെ നുണ പറഞ്ഞിട്ടാണ് എന്റെ മകളിൽ ഇത്ര പേര് എത്തിച്ചതെന്നറിയോ. ഓരോ നുണകൾ പറഞ്ഞിട്ടാണ്. പിന്നെ ഈ ഒരു അവസ്ഥയിൽ ഈ ആരോഗ്യമന്ത്രി വിളിക്കുകയോ അല്ലെങ്കിൽ മറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട ആൾക്കാർ വിളിച്ച് ആശ്വസിപ്പിക്കുകയോ ചെയ്തിരുന്നോ? ആരോഗ്യമന്ത്രി വിളിച്ചു, ഞങ്ങളുടെ ഫോണിലല്ലോ വിളിച്ചു. സൂപ്പർ സാറിന്റെ ഫോണിലല്ലോ വിളിച്ചു, കോഴിക്കോട്ടിലെ. ഞങ്ങളുടെ ഫോണിൽ വിളിച്ചില്ലല്ലോ. ഞങ്ങള് വിളിച്ചൊന്നും പറഞ്ഞില്ല. എന്നോട് വിളിച്ചില്ല. സൂപ്പറിന്റെ സാറിന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് സൂപ്രണ്ടിനെ വിളിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അതിനുശേഷം നിങ്ങളെ മറ്റ് ബന്ധുക്കളെ ആരും ഒന്നും വിളിച്ചിട്ടില്ല അല്ലേ? ഇല്ല, ഈ നിമിഷം വരെ വിളിച്ചിട്ടില്ല, വന്നിട്ടുണ്ടായിരുന്നില്ല മാഡം. ഇത്ര വലിയ സംഭവമായിട്ട് ഇത് ഞങ്ങളുടെ അനാസ്ഥ കൊണ്ടുണ്ടായതല്ലേ, ഡോക്ടർമാരുടെ അനാസ്ഥ കൊണ്ടുണ്ടായ ചികിത്സാ പിഴവ് കൊണ്ടുണ്ടായത് സംഭവമാണത്. ചികിത്സാ പിഴവ്. എത്ര പേർക്ക് എന്തൊക്കെ സംഭവിക്കണേ, ഒരു സിസ്റ്റത്തിന്റെ തകരാറ്. പ്രസീത, ഈ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത് പ്രസീത ശ്രദ്ധിച്ചു കാണും. മന്ത്രി പറഞ്ഞത് ഞാനല്ലോ ശസ്ത്രക്രിയ നടത്തിയത്, പിന്നെ നിങ്ങൾ എന്തിനാണ് എനിക്ക് നേരെ മയക്കം കൊണ്ടുവരുന്നത്, എനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് എന്നതാണ് മന്ത്രി ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിനോദിനി, ആ കുഞ്ഞിൻ്റെയൊക്കെ അവസ്ഥ ഇത്തരത്തിലാകുമ്പോൾ മന്ത്രിയിൽ നിന്നൊരു സഹാനുഭൂതി അത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് തെറ്റ്. അതെ നമ്മള് ഇതിപ്പോ അവരല്ലപ്പോ ചെയ്യുന്നത്. ഓപ്പറേഷൻ എന്താണെങ്കിലും ഇപ്പൊ അവരല്ലേ ചെയ്യുന്നത്. പക്ഷെ അവരല്ലേ ഭരിക്കുന്നത്. ഈ ഭരിക്കുന്നത് അവരല്ലേ, ഈ ആരോഗ്യമന്ത്രി പറഞ്ഞ ഭരിക്കുന്നത് അവരല്ലേ.
അപ്പൊ അവരോടല്ലേ നമ്മ ചോദിക്കേണ്ടത്. കാരണം അവര് ഭരിക്കുന്നതുകൊണ്ടല്ലേ നമ്മ അവരോട് ചോദിക്കേണ്ട ആവശ്യം വരുന്നത്. അതെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഭരിക്കുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ പിഴവ്, അനാസ്ഥ, അതാണ് നമ്മളിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. ആ കുഞ്ഞുമോള് വേദന സഹിക്കേണ്ടി വരുന്നത്. ആരൊക്കെയാണ് ആശ്വാസമായി എത്തിയത് ഇപ്പോൾ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ആശ്വാസമായി വരുന്നത് VD സതീശ സാർ, പിന്നില്ലാണ്ട് ആര്, ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ കാണാൻ എന്റെ മകളുടെ ദൈവമാണ് സാറേ അത്. ദൈവം, ഞങ്ങളുടെ ദൈവം. ഞങ്ങൾക്ക് കൈ കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾക്ക് കൈ തന്നു, ഞങ്ങൾക്ക് സ്ഥലം തന്നു. ഇനി ഞങ്ങൾക്ക് എന്താ കിട്ടാനുള്ളത്? ഞങ്ങളുടെ ദൈവമാണ്, കാണാൻ പറയാത്ത ദൈവം. ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾക്ക് ദൈവം പറയുന്ന ആരുമില്ല. ഞാൻ അത്ര എന്റെ മോളുടെ കൈക്ക് വേണ്ടി ഞാൻ അത്ര കരഞ്ഞിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിൽ കോഴിക്കോട്. പക്ഷെ ഞങ്ങൾക്ക് ഒരു ദൈവം വന്നില്ല. പ്രസീത കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ജനം ടിവിയോട് പറഞ്ഞിരുന്നു, അതായത് ഇത്രയും ദിവസം വരെ ആരോഗ്യമന്ത്രി ഒന്ന് വിളിച്ചില്ല, ഒരു ആരോഗ്യ സംവിധാനത്തിൽ നിന്നും ഒരു ഒഫീഷ്യലായിട്ട് ഒരു കോള് പോലും വന്നില്ല, അതാണ് ഞങ്ങളെ അതിനേക്കാൾ ഏറെ വിഷമിപ്പിക്കുന്നത് എന്ന് പ്രസീത പറഞ്ഞിരുന്നു. അതെ അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ നമ്മ പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ആരോഗ്യമന്ത്രി വിളിച്ച് സംസാരിച്ചത്. നമ്മ പറഞ്ഞിട്ട്, അല്ലാണ്ട് അവരറിഞ്ഞിട്ട് നമ്മൾ വിളിച്ചില്ല. നമ്മ പറഞ്ഞ് ന്യൂസിൽ പറഞ്ഞിട്ട് അവര് പിന്നെ നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് എല്ലാ സഹായം ചെയ്തു തരാം, കുട്ടിന്റെ സഹായം എല്ലാ സഹായം ചെയ്തു തരാൻ പറഞ്ഞു. അന്ന് ആ ഹോസ്പിറ്റലിൽ ആ മരുന്നിന്റെ മാത്രം ഒരു സഹായം മാത്രമേ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഒരു സഹായം കിട്ടി. പിന്നെ ദുരിതാശ്വാസത്തിൽ നിന്ന് 2 ലക്ഷം രൂപയും. ഈ കുട്ടിന്റെ ജീവിതവും പോയിരിക്കുന്നു, എന്റെ മോളുടെ ജീവിതവും. ഇനി എവിടെ കിടക്കണം ഇവളുടെ ജീവിതം? ഈ 2 ലക്ഷം രൂപ കൊണ്ട് മതിയാവും. പ്രസിദ്ധ, ഈ ഡോക്ടർമാരുടെ അനാസ്ഥ, ആശുപത്രി അധികൃതരുടെ അനാസ്ഥ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ സർക്കാരാണ് ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. കാരണം യാതൊരു സംശയവുമില്ല. കാരണം ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത്, ജീവൻ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അവർ കൈയൊഴിയുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതെ, മുന്നോട്ട് പോകാൻ. പിന്നെ പോരാത്തിന് 3 ഡോക്ടർമാരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. 3 ഡോക്ടർമാരെ നിയമിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് പോലും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. 2 മാസം ആകാനായി, ഇതുവരെ ഒരു റിപ്പോർട്ടും ഇല്ല. പിന്നെ പോരാത്തിന് ഈ ഡോക്ടർമാർക്ക് കിട്ടിയ സസ്പെൻഷനാ കിട്ടിയത്. പിന്നെ പോരാത്തിന് ഒരു ചെറിയ കേസ് ഒരു 3 മാസം ശിക്ഷയും പിന്നെ പോരാത്തിന് 16,000 രൂപയും. ഇതാണോ എന്റെ മോളുടെ കൈ പോയത് തിരിച്ചു കിട്ടില്ലല്ലോ. അപ്പൊ ഇവർക്ക് ഇതാണ് ശിക്ഷ കിട്ടേണ്ടത്. ഡോക്ടർമാർക്ക് ഇതാണ് ശിക്ഷ കിട്ടേണ്ടത്. എല്ലാവരും നമ്മളിപ്പോ ഒരു തെറ്റ് ചെയ്ത് നമ്മൾ അറസ്റ്റ് ചെയ്യും, അതുപോലും ചെയ്തിട്ടില്ല. ഇത്ര വലിയ സംഭവം, എന്റെ മോളുടെ കൈ പോയിട്ട് അറസ്റ്റ് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. 16,000 രൂപ പിഴയും 3 മാസത്തേക്ക് ഇതും. പ്രസിദ്ധ, അതുപോലെ തന്നെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് മറക്കാൻ സാധിക്കുന്ന ഒന്നല്ല. കാരണം വിനോദിനിയുടെ അവസ്ഥ പ്രസിദ്ധ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞിന് ഇനി ഒരുപാട്, കുഞ്ഞ് ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് അവൾക്ക് പഠിക്കണം, അവൾക്കൊരു ജോലി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുന്നിലുണ്ട്. സാമ്പത്തികമായി ഏറെ സഹായം വേണ്ട ഒരു സമയം കൂടിയാണ്. എങ്ങനെയാണ് അക്കാര്യത്തിലൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടോ സർക്കാർ? നമ്മളെല്ലാവരും കൊടുക്കണ്ടവിടെ എല്ലാവരും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഞങ്ങൾ കൊടുത്തിട്ട് വന്നു. മുഖ്യമന്ത്രിനെ കണ്ടു, ആരോഗ്യമന്ത്രിന്റെ അവിടെ പോയി കൊടുത്തു. പിന്നെ പോരാത്തന്നെ കളക്ടറിന്റെ അവിടെ കൊണ്ട് കൊടുത്തു. എവിടെ കൊടുക്കാൻ പറ്റുന്ന എവിടെയൊക്കെ ഞങ്ങൾ അപേക്ഷകൾ കൊടുത്ത്, പിന്നെ കൃഷ്ണൻകുട്ടി അവിടെ കൊണ്ട് കൊടുത്തു. എല്ലാവരും ഞങ്ങൾ അപേക്ഷകൾ കൊടുത്ത് ഈ കളക്ടർ എന്താണ് പറയുന്നത്? ഇപ്പോൾ ആരോഗ്യമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും അവരെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. കാരണം അവർ ആ രീതിയിലേ പെരുമാറൂ. കാരണം അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു കുറ്റം മറച്ചു വെക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഒരു നീതി സ്വാഭാവികമായും ഈ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ നിയമ നടപടികളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടി വന്നത്. ഈ ജില്ലാ ഭരണകൂടം, കളക്ടർ എന്താണ് പറഞ്ഞത്? കളക്ടർ ഞങ്ങൾ പോയി അപേക്ഷ കൊടുത്തപ്പോ പറഞ്ഞു ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന, പിന്നെ പോരാ തന്നെ ഈ മുഖ്യമന്ത്രിന്റെ അവിടെ നിന്നൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പിന്നെ നമുക്ക് കളക്ടറിന്റെ അവിടേക്ക് വരുവുള്ളൂ എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഞങ്ങൾ കൊടുത്തിട്ട് തന്നെ ഇപ്പൊ 2 മാസം അങ്ങനെ കഴിഞ്ഞു. 2 മാസമായിട്ടും യാതൊരു മറുപടിയും ഇല്ല എന്നുള്ളതാണോ? അതെ ഇപ്പൊ ഒരു നടപടിയും ഇല്ല. തിരുവനന്തപുരം ഞങ്ങൾ ഈ കുട്ടിനെയും കൊണ്ട് പോയി, തിരുവനന്തപുരത്തേക്ക് കുട്ടിനെയും കൊണ്ട്, ഈ വയ്യാത്ത കുട്ടിനെയും കൊണ്ട് തിരുവനന്തപുരം പോയി. എന്നിട്ടാണ് മുഖ്യമന്ത്രിനെ കണ്ടത്. മുഖ്യമന്ത്രിനെ കാണാൻ പോയപ്പോ മുഖ്യമന്ത്രി എന്തോ മീറ്റിംഗ് ഉണ്ട് പറഞ്ഞിട്ട് പോയി, എന്തോ പരിപാടി ഉണ്ട് പറഞ്ഞിട്ട് പോയി. പിന്നെ മുഖ്യമന്ത്രിനെ കാണാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, ആരോഗ്യമന്ത്രിനെയെങ്കിലും നമുക്ക് കാണാം. അതായത് നേരിട്ട് പോയിട്ടും മുഖ്യമന്ത്രി കാണാൻ കൂട്ടാക്കിയില്ല, എന്ത് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാറുകയായിരുന്നു അല്ലേ?
അവിടെ അവര് പറഞ്ഞു എന്ത് പരിപാടിക്ക് പോവും പറഞ്ഞു. അപ്പൊ പോയി, ഞങ്ങൾ അവിടെ പോയി. അവര് ഞങ്ങൾ ഉള്ളിലേക്ക് കടത്തി വിട്ടു. പിന്നെ മുഖ്യമന്ത്രി ഇല്ലെന്ന് പറഞ്ഞ അതിന്റെ പി എനെ കണ്ടു ഞങ്ങൾ കൊടുത്തു, പേപ്പർ കൊടുത്തിട്ട് വന്നു. എന്താ പറഞ്ഞത്? അവരെന്താ പറഞ്ഞത്? അവര് പറഞ്ഞു ഞങ്ങള് എടുക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം ചെയ്തു തരാം, ഞങ്ങൾക്ക് അപ്പൊ ഈ സമയത്ത് ഞങ്ങൾക്ക് സ്ഥലമില്ലെന്നും പറഞ്ഞു. ഞങ്ങള് അപ്പൊ സ്ഥലം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കേണ്ടതെന്നെല്ലാം അവര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞിട്ട് ദിവസങ്ങളായിട്ടും പിന്നീട് എന്തെങ്കിലും പറഞ്ഞോ? മറുപടി ഉണ്ടായോ പിന്നീട്? ഇല്ല, ഒരു മറുപടിയും ഇല്ല. ഞങ്ങൾ പോയി കൊടുത്തിട്ട് വന്നപ്പോ ഞങ്ങൾ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ ബാബുവെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബാബുവെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ശരി പറഞ്ഞ് ഞങ്ങൾ വിശ്വസിച്ചിട്ട് ഞങ്ങൾ വന്നു. പിന്നെ വന്നിട്ട് ഞങ്ങൾ പലശനി പോയി അവിടുത്തെ ഒരു പാർട്ടിക്കാരനെ കണ്ടു. അവര് പറഞ്ഞു നമുക്ക് ശരിയാക്കി തരാം പറഞ്ഞു. അതും ഒരു മാസമാകാനായി. പിന്നെ ഞങ്ങൾക്ക് ഒരു നടപടിയും ഇല്ലാണ്ടായി. പിന്നെ ഞാൻ ഏഷ്യാനെറ്റിനോട് പറഞ്ഞപ്പോ പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ സംസാരം കേട്ട് ഞങ്ങൾ ന്യൂസ് കണ്ട് ഞങ്ങൾക്ക് കൈയിന്റെ കാര്യം പറഞ്ഞപ്പോ കൈ ഞങ്ങൾക്ക് വെച്ചു തന്നു പ്രതിപക്ഷ നേതാവ്. പിന്നെ പോരാത്തന്നെ ഞാൻ പ്രതിപക്ഷ നേതാവ് ഞങ്ങളെ അവിടെ കൈവയ്ക്കുന്ന സമയത്ത് വന്നപ്പോ, എറണാകുളത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് സ്ഥലവും വീടൊന്നും ഇല്ല, ഞങ്ങൾ വാടക വീട്ടിലായിരിക്കുന്നു പറഞ്ഞപ്പോ അവർക്ക് ഒരുപാട് സഹായങ്ങൾ വേണം. പ്രത്യേകിച്ച് ഇവിടെ സർക്കാർ തന്നെയാണ് സഹായം നൽകേണ്ടത്. കാരണം അവരുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. കാരണം സർക്കാരിന്റെ അനാസ്ഥ മൂലമാണ് ആ കുഞ്ഞിന്റെ കൈ നഷ്ടമാകുന്നത്. ഈ പ്രസീത പറഞ്ഞത് കേട്ടല്ലോ, ആ വയ്യാത്ത കുട്ടിയെയും കൊണ്ട് അവർ പാലക്കാട് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്തു. എന്നിട്ട് മുഖ്യമന്ത്രി കാണുന്ന സമയം ഉണ്ടായിരുന്നില്ല. മീറ്റിംഗ് എന്ന് പറഞ്ഞ് കാണാൻ കൂട്ടാക്കിയില്ല. ഇന്നലെ ആരോഗ്യമന്ത്രിക്ക് കഴുത്തുളുക്കിയപ്പോൾ ഇതുവരെ ലഭിച്ചിട്ടുമില്ല. ശരിയാക്കാം എന്ന് പറഞ്ഞിട്ടും ലഭിച്ചിട്ടുമില്ല. ഏതായാലും വളരെയധികം നന്ദി സീത. ഒപ്പം മോളെ വിനോദിനി ഈ ഒരു സമയം ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഇനിയും മോള് നന്നായിട്ട് പഠിക്കുക. പരീക്ഷയാകാൻ പോവുകയാണ്. അടുത്ത മാസം തന്നെ നമുക്ക് സ്കൂളിലേക്ക് പോകാനും കഴിയട്ടെ. എല്ലാ പ്രാർത്ഥനകളുമുണ്ട്.